ഇന്ന് ബീഫ് വരട്ടിയതാണ്. അതിന് 1 കിലോ ബീഫ്, 1/2 കിലോ കൊച്ചുള്ളി, 2 സവോള, 1 മുറി തേങ്ങയുടെ തേങ്ങാക്കൊത്ത്, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, കരിയാപ്പല, പിന്നെ മസാലക്കൂട്ട് പെരിഞ്ചീരകം, പട്ട, ഗ്രാമ്പു, ഏലയ്ക്ക, പിന്നെ 2 സ്പൂൺ മുളക് പൊടിയും 1 സ്പൂൺ മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും വേണം. ഉരുളി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഈ കടുവും പെരിഞ്ചീരകവും ഗ്രാമ്പും പട്ടയെല്ലാം ഇട്ട് വറ്റൽമുളകും കൂടി ഇടുക. അതൊന്ന് മൂത്ത് വന്ന് കഴിയുമ്പം നമുക്ക് ഇതിനകത്തോട്ട് ഇഞ്ചിയും പച്ചമുളകും ഈ കരിയാപ്പിലയും എല്ലാം കൂടി ഇട്ട് കൊടുക്കുക. തേങ്ങാക്കൊത്തും ഇട്ട് കൊടുക്കുക. തേങ്ങാക്കൊത്തും നല്ലപോലെ ഒന്ന് മൂത്ത് വന്ന് കഴിയുമ്പോൾ കരിയാപ്പിലയും കൂടി ഇട്ട് കൊടുത്തു. കരിയാപ്പില ഇട്ട് കൊടുത്ത് നമുക്ക് കൊച്ചുള്ളി അരിഞ്ഞ് വെച്ചിട്ടില്ലേ, ബീഫിന് ഏറ്റവും നല്ലത് കൊച്ചുള്ളിയും സവോളയാണ്. കൊച്ചുള്ളി ഏറ്റവും നല്ലത്. കൊച്ചുള്ളി അരിഞ്ഞതും ഈ സവോളയും കൂടി ഇട്ട് കൊടുത്ത് കഴിഞ്ഞിട്ട് വരണ്ട് വന്ന് കഴിയാറാകുമ്പോൾ അതിനകത്ത് കിടന്നൊന്ന് വരണമെന്ന് ഞാൻ 2 തക്കാളിയും കൂടെ വേണേ. തക്കാളിയുടെ കാര്യം ഞാൻ പറയാൻ മറന്നുപോയി. 2 തക്കാളിയും കൂടെ അരിഞ്ഞ് വെച്ചേക്കണം. പിന്നെ ഇതിനകത്തും ഒരു ശകലം മഞ്ഞപ്പൊടിയും ഉപ്പുപൊടിയും കൂടി ഇട്ട് ഇതും കൂടെ ഒന്ന് ഇളക്കണം. കാരണം ഉപ്പുപൊടി ഇതിനും കൂടെ ഇച്ചിരി ഇടണം. നമ്മൾ ബീഫിന് വിട്ട് വരട്ടി വെച്ചിട്ടുണ്ട്, പക്ഷേ ഇതിനും കൂടെ യോജിക്കണം, അല്ലെങ്കിൽ ഒരു രുചി വരത്തില്ല. എന്നിട്ട് ഉപ്പുപൊടിയും മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് ഇതിനും ഒന്ന് ഇളക്കി കഴിഞ്ഞിട്ട് നമ്മൾ അരിഞ്ഞ് വെച്ചേക്കുന്ന 2 തക്കാളിയും കൂടെ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. തക്കാളി അതിട്ട് കരിയാപ്പില ഇട്ട്, എനിക്ക് കരിയാപ്പില ഏറെ വേണം. എന്ത് കൂട്ടാനാണെങ്കിലും എനിക്ക് കരിയാപ്പില ഏറെ വേണം. കരിയാപ്പില ഇട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കി വന്നു കഴിയുമ്പോൾ നമ്മൾ ഈ 7 വിസിലടിച്ച് ബീഫ് വെച്ചിട്ടില്ലേ, അതും കൂടി ഇതിനകത്തോട്ട് ഇടണം. കാരണം പിന്നെ നമ്മൾ മുളക് പൊടി ഇതിനകത്ത് ചേർക്കുന്നില്ല. അന്നേരം പരട്ടിയപ്പം മുളക് പൊടി മല്ലിപ്പൊടി ചൂടാക്കിയത് ഇട്ടിട്ടുണ്ടല്ലോ, അതേ ഉള്ളൂ. പിന്നെ ഈ വരണ്ട് വരുന്ന സമയത്ത് ലാസ്റ്റ് നമുക്ക് ഇച്ചിരി കുരുമുളക് കൂടെ അരച്ച് ചേർക്കണം. പൊടിച്ചോ അരച്ചോ എങ്ങനെയാണെന്ന് വെച്ചാൽ അതും കൂടി ഇതിനകത്തോട്ടിട്ട് യോജിപ്പിച്ചിട്ട് ഇളക്കണം. നല്ലപോലെ ഒന്ന് ഇളക്കി പിന്നെ ഒന്ന് അടച്ച് വെക്കണം. അങ്ങനെ ഇത് 2-3 പ്രാവശ്യം അങ്ങനെ ഇളക്കുകയും എടുക്കുകയും ചെയ്ത് കഴിഞ്ഞിട്ട് 20 മിനിറ്റ് ഇങ്ങനെ വേണം. വിറകടുപ്പിൽ വെക്കുന്ന ഏറ്റവും നല്ലത്. ഇതെനിക്ക് എൻ്റെ അപ്പച്ചി വെച്ച് തന്നിട്ടുണ്ട്. ഞാൻ 10 വയസ്സുള്ളപ്പോൾ എൻ്റെ അപ്പച്ചി എടുക്കാൻ പോയി നിൽക്കുമായിരുന്നു. വെക്കേഷൻ സമയങ്ങളിലല്ല, എനിക്കും ശോഭ ചേച്ചിക്കും കൂടെ അപ്പച്ചി ബീഫ് വരട്ടിയതും പഞ്ചാരമാങ്ങയുടെ മാങ്ങാക്കറി, പഞ്ചാരമാങ്ങ എന്ന് പറഞ്ഞൊരു മാവുണ്ടായിരുന്നു, അത് മാങ്ങാക്കറി ബീഫ് വരട്ടിയും കൂടെ തരും. എന്തോ സ്വാദായിരുന്നു. ഞാൻ അങ്ങനെ ആദ്യമായിട്ട് ബീഫ് കൂട്ടുന്നത്. ഞങ്ങളുടെ കടയിൽ വെക്കത്തില്ല, അമ്മയ്ക്കിതൊന്നും ഇഷ്ടമല്ലായിരുന്നു. നല്ലതായിരുന്നു അപ്പച്ചി വെക്കുന്നത്. അപ്പം ഞാൻ എൻ്റെ അപ്പച്ചി ഓർത്ത്, അപ്പച്ചി മരിച്ച 1 വർഷവും കഴിഞ്ഞ് ഞാൻ ഈയിടെ അവിടെ പോയപ്പം ആ പഞ്ചാരമാവൊക്കെ ഉണ്ടോ നോക്കി. എനിക്ക് ഓർമ്മകൾ ഒത്തിരി വന്നു 10-40 വർഷം കഴിഞ്ഞപ്പോൾ. കണ്ടോ നല്ലതായിട്ട് വരണ്ട കണ്ടോ. ഇത് പിന്നെയും ഇത് കണ്ടോ ഇത് നല്ലതായിട്ട് ഇളകി വരണം. വന്നു കഴിഞ്ഞിട്ട് നമുക്ക് ഇളകി അതിന് സമയത്താണ് നമുക്ക് ഇച്ചിരി കുരുമുളക് പൊടിയും കൂടെ ചേർക്കണം. കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് ഒന്നുകൂടെ അരച്ച് വെക്കണം. ഇതെല്ലാം കൂടെ ഒന്ന് യോജിച്ച് കണ്ടോ. തുറന്ന് കഴിയുമ്പം കണ്ടോ എന്ത് ഭംഗിയായി, കാണുന്ന പോലെ തന്നെയാണ്. ഇത് കൂട്ടാനും നല്ലതാണ്. എൻ്റെ മോൾക്ക് വലിയ ഇഷ്ടമാണ് ഇവിടെ ബീഫ് വരട്ടെ. ഇവർക്ക് അച്ഛനും മോനും ബീഫ് കറിയോടാണ് ഇഷ്ടം. കണ്ടോ തേങ്ങാക്കൊത്തൊക്കെ